ഫിനോ പേയ്മെന്റ്സ് ബാങ്ക്, നിങ്ങളുടെ പ്രാദേശിക ദേശീയ ബാങ്ക് എപ്പോഴും. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഫിനോ പേയ്മെൻറ്റ്സ് ബാങ്കിലൂടെ എങ്ങനെ നമുക്ക് മണി ട്രാൻസ്ഫർ നടത്താമെന്നാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായി ഹോം സ്ക്രീനിൽ കാണുന്ന സെർച്ച് ബാറിൽ കസ്റ്റമറുടെ മൊബൈൽ നമ്പർ അടിച്ച് സെർച്ച് ചെയ്യുക. റെമിറ്റൻസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. പിന്നീട് വരുന്ന സ്ക്രീനിൽ നമ്മൾ കസ്റ്റമറുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനായി കസ്റ്റമറുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കസ്റ്റമറുടെ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുക. ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ട് അറിയത്തില്ലെങ്കിൽ ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് ഇയർ സെലക്ട് ചെയ്യുക. 18 വയസ്സിന് മുകളിലുള്ള ആളാവണമെന്ന് മാത്രം. കസ്റ്റമറുടെ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കസ്റ്റമറുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. സിറ്റി സെലക്ട് ചെയ്ത് കൊടുക്കുക. കസ്റ്റമറുടെ പിൻകോഡ് കൂടി ടൈപ്പ് ചെയ്ത് കൊടുത്ത് നെക്സ്റ്റ് ബട്ടൺ അമർത്തുക. പിന്നീട് വരുന്ന പേജിൽ ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കൊടുത്തിട്ടുള്ള ലിസ്റ്റിൽ നിന്ന് ബാങ്ക് സെലക്ട് ചെയ്യുക. നിങ്ങൾ നൽകിയിട്ടുള്ള അക്കൗണ്ട് നമ്പർ കറക്റ്റ് ആണെന്ന് വെരിഫൈ ചെയ്യാനായി വെരിഫൈ ബട്ടൺ അമർത്തുക. അക്കൗണ്ട് ഹോൾഡറുടെ പേര് ഷോ ആയി കാണാവുന്നതാണ്. വെരിഫിക്കേഷൻ ഒരു കമ്പൽസറി പ്രോസസ് അല്ല. നിങ്ങൾക്ക് അക്കൗണ്ട് നമ്പർ ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം വെരിഫൈ ചെയ്താൽ മതി. IMPS എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എമൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. താഴെ കാണുന്ന കാൽക്കുലേറ്റ് ചാർജസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ബട്ടൺ അമർത്തുക. ഡീറ്റെയിൽസ് എല്ലാം കൺഫേം ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ അമർത്തുക. കസ്റ്റമറുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP പോകുന്നതാണ്. OTP ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് ബട്ടൺ അമർത്തുക. മണി ട്രാൻസ്ഫർ കംപ്ലീറ്റ് ആയി. നമുക്കിതിൻ്റെ റെസീപ്റ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. മർച്ചൻ്റ് ആകുവാൻ കോൾ ചെയ്യൂ.